ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. ഇവർ എന്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? സംഘപരിവാർ പോലും നാണം കെടുന്ന വർഗീയത. മുഖ്യമന്ത്രിക്കെതിരെ സതീശൻ. കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓന്തിന്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുന്നോട്ടു പോകുകയാണ് പിണറായിയെന്നും അതിന്റെ ഭാഗമായാണ് മതേതരത്വത്തിന്റെ പ്രതീകമായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന് കെ. സുരേന്ദ്രനും സതീശൻ മറുപടി പറഞ്ഞു. തിരഞ്ഞെടുപ്പു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവയ്ക്കേണ്ടിവരും. യു.ഡി.എഫ്. 3-ാം സ്ഥാനത്തേക്ക് പോകും. കണ്ടകശനിയാണ്, കൊണ്ടേ പോകും എന്നൊക്കെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നത്. പറഞ്ഞതൊക്കെ ശരിയായി, പക്ഷേ അതൊക്കെ സംഭവിച്ചത് അദ്ദേഹത്തിനായിപ്പോയി എന്നു മാത്രം സതീശൻ പരിഹസിച്ചു. പാലക്കാട്ടെ യു.ഡി.എഫ്. വിജയത്തിന്റെ പകിട്ട് കളയാൻ ശ്രമിക്കുകയാണ് സി.പി.എം. എന്ന് സതീശൻ ആരോപിച്ചു. ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് പോയെന്ന് സി.പി.എം. ഇനിയെങ്കിലും മനസ്സിലാക്കണം. ചേലക്കരയിൽ 40,000 വോട്ടിന് ജയിച്ചെടുത്ത് വെറും 12,000 വോട്ടിനാണ് ഇത്തവണ വിജയിച്ചത്. 28,000 വോട്ടുകളാണ് കുറഞ്ഞത്. 75,000-തോളം വോട്ടുകൾ വയനാട്ടിൽ കുറഞ്ഞു. എന്നിട്ടും പറയുന്നത് ജനവിരുദ്ധ വികാരമില്ല എന്നാണ്. പാലക്കാട് ബി.ജെ.പിയെ വിജയിപ്പിക്കാൻ പെട്ടി വിഷയം ഉൾപ്പെടെ 1/2 ഡസനോളം വിവാദങ്ങൾ സി.പി.എം. ഉണ്ടാക്കി. എന്നാൽ എല്ലാം സി.പി.എമ്മിന് തിരിച്ചടിച്ചു. സ്ഥാനാർത്ഥി പ്രചരണാർത്ഥം പോകുമ്പോൾ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ്.ഡി.പി.ഐക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല. പിണറായി വിജയന് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമി അമീറുമൊത്ത് നിൽക്കുന്ന ചിത്രം തന്റെ ഫോണിലുണ്ട് എന്നും സതീശന് പറഞ്ഞു. സി.പി.എം. എന്നും ജമാഅത്തിനൊപ്പമായിരുന്നു. ജമാഅത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് 1996 ഏപ്രിൽ 22-ന് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ ലേഖനം എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് എസ്.ഡി.പി.ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾ നിലപാട് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യും, എന്നാൽ ഞങ്ങൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹമാസ്, ഗാസ എന്നൊക്കെ പറഞ്ഞിരുന്ന പിണറായി വിജയൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും മിണ്ടിയില്ല. പകരം പാണക്കാട് തങ്ങൾ എസ്.ഡി.പി.ഐ വെൽഫെയർ പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. തങ്ങൾക്ക് എസ്.ഡി.പി.ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയുമൊക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഓന്ത് നിറം മാറുന്നതുപോലെ നിറം മാറുകയാണ്. ഇവർ എന്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറയുന്നത്? വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാർ പോലും നാണം കെടുന്ന രീതിയിൽ 2 മുസ്ലിം പത്രങ്ങളിൽ പരസ്യം കൊടുത്തവരാണ് സി.പി.എമ്മുകാർ. സതീശൻ പറഞ്ഞു. പാലക്കാട് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. 50,000 വോട്ടുണ്ടായിരുന്ന സി.പി.എമ്മിന്റെ വോട്ട് 32,000-ആയി കുറഞ്ഞു. സി.പി.എമ്മും ബി.ജെ.പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കുറഞ്ഞു എന്ന പരിഹാസ്യമായ കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ബി.ജെ.പിയുടെ വോട്ട് കുത്തനെ കുറയുകയാണ് ചെയ്തത്. പാലക്കാട് ബി.ജെ.പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എസ്.ഡി.പി.ഐയുടെ വോട്ട് കിട്ടിയാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ബി.ജെ.പിക്ക് 11,000-തോളം വോട്ടുകളാണ് പാലക്കാട് കുറഞ്ഞു. കഴിഞ്ഞ തവണ ഇ. ശ്രീധരന് പോയ വോട്ടുകൾ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരികെ കിട്ടി. അത് വെൽഫെയർ പാർട്ടിയുടെയും എസ്.ഡി.പി.ഐയുടെയും അല്ലല്ലോ, സതീശൻ പറഞ്ഞു. ചേലക്കരയിലെ തോൽവിയിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് സതീശൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടയാളെ മുൻപും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അത് പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. അടുത്ത തവണ ചേലക്കരയിൽ യു.ഡി.എഫ്. ജയിക്കുമെന്നും സതീശൻ പറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിൽ ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണകുമാറിന്റെ പേര് അവർക്ക് ഉൾക്കൊള്ളാനായില്ല. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. സി. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തിയുണ്ടായിരുന്നെന്നും അക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നെന്നും പ്രമീള പറഞ്ഞു. സ്ഥാനാർത്ഥി മാറിയാൽ നന്നായിരുന്നു എന്ന് നേതൃത്വത്തോട് പറഞ്ഞു. ജനങ്ങൾ വോട്ട് കൊടുക്കാത്തതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും പ്രമീള പറഞ്ഞു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എപ്പോഴും ഒരേ സ്ഥാനാർത്ഥിയെയാണോ ബി.ജെ.പി. നിർത്തുന്നത് എന്ന ചോദ്യം ഉയർന്നു. അതാണ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. സി. കൃഷ്ണകുമാറുമായി നേതാക്കൾ സഹകരിച്ചില്ല എന്ന പ്രചാരണത്തിൽ അടിസ്ഥാനമില്ല. സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തു. മനസ്സറിഞ്ഞ് കൃഷ്ണകുമാറിന് വോട്ട് ചോദിച്ചു. പക്ഷേ ജനങ്ങൾ വോട്ട് കൊടുത്തില്ല. ജനങ്ങളോട് വോട്ട് ചോദിക്കാനേ സാധിക്കൂ. വോട്ട് ചെയ്യുന്നത് അവരാണ്. അതിൽ ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. വാർഡുകളിൽ കൗൺസിലർമാർ കൃത്യമായി പ്രവർത്തിച്ചു. 6-7 തവണ വാർഡുകളിൽ അവർ വോട്ട് ചോദിച്ചു. പക്ഷേ ജനങ്ങൾക്ക് കൃഷ്ണകുമാറിന്റെ പേര് ഉൾക്കൊള്ളാനായില്ല. ജനുവരി 8-നാണ് ഞാൻ നഗരസഭാ അധ്യക്ഷയായി ചുമതലയേറ്റത്. നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സർക്കാരാണ് യൂസർ ഫീ ഏർപ്പെടുത്തിയത്. അത് ജനങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് കേന്ദ്രീകരിച്ചു നല്ല പ്രവർത്തനം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. സന്ദീപ് വാര്യരെ ഇഷ്ടമുള്ളവരുണ്ടാകും. അദ്ദേഹം പാർട്ടി വിട്ടത് കുറച്ചൊക്കെ ബാധിച്ചിരിക്കാം, പ്രമീള പറഞ്ഞു.
അധ്യക്ഷ സ്ഥാനം തീരുമാനിക്കുന്നത് കേന്ദ്രം. ശോഭാ സുരേന്ദ്രൻ അട്ടിമറിച്ചില്ല, പരസ്യ പ്രസ്താവനകൾ പരിശോധിക്കും. കോഴിക്കോട് അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണോ കാലാവധി തികയ്ക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതിൽ വ്യക്തിപരമായ ഒരു താൽപര്യവുമില്ല. തിരഞ്ഞെടുപ്പിലെ ജയപരാജയം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ഒരു സംഘത്തെ നയിച്ചുവെന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തം പ്രസിഡന്റിന് തന്നെയാണ്. പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടണം. താൻ നിൽക്കണോ പോകണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ലെന്നും അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല BJPയെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭ അധ്യക്ഷ പറഞ്ഞത് പരിശോധിക്കും. പരസ്യ പ്രസ്താവന നടത്തിയവരെക്കുറിച്ചും പരിശോധിക്കും. പാർട്ടിയിൽ തന്നെ ആരും ആക്രമിച്ചിട്ടില്ല, ആക്രമിക്കുകയുമില്ല. എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ രീതിയുണ്ട്. കുമ്മനം രാജശേഖരനെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ചുമതലപ്പെടുത്തിയത്. പാലക്കാട് പോയി എല്ലാവരെയും കണ്ട് അഭിപ്രായ സമാഹരണം നടത്തിയ ശേഷം 3 പേരുകളാണ് അദ്ദേഹം നൽകിയത്. കൊച്ചിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം 4 മണിക്കൂർ ചർച്ച നടത്തി. പട്ടികയിലെ 2 പേർ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ മത്സരിച്ച സി കൃഷ്ണകുമാറും മത്സരിക്കാനില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ പേരും കൂടി വെട്ടിയ ശേഷം പട്ടിക അയക്കാൻ പറ്റില്ലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ജെ.പി. നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ച ശേഷം പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മലമ്പുഴയിൽ വോട്ട് വിഹിതം 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിൽ വർദ്ധിപ്പിച്ച ആളാണ് കൃഷ്ണകുമാർ. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തു. BJPയിൽ സ്ഥാനാർത്ഥി മോഹികളില്ല. ഇ ശ്രീധരന് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് ലഭിച്ചു. അത്രയും വോട്ട് സമാഹരിക്കുന്നതിന് കൃഷ്ണകുമാറിന് സാധിച്ചില്ല. വി മുരളീധരന് മഹാരാഷ്ട്രയിലായിരുന്നു ദൗത്യം. പാലക്കാട് തിരഞ്ഞെടുപ്പ് ശരിയായ നിലയിൽ പാർട്ടി വിലയിരുത്തും. കഴിഞ്ഞ തവണത്തെ വോട്ട് എന്തുകൊണ്ട് നേടാൻ സാധിച്ചില്ലെന്ന് വിശകലനം ചെയ്യും. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തി, എന്നാൽ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ സാധിച്ചില്ല. പാർലമെന്റിൽ വഖഫ് ബില്ലിനോട് കേരളത്തിലെ എംപിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ആയിരക്കണക്കിന് ആളുകൾ നോക്കുന്നത്. CPMനും മുഖ്യമന്ത്രിക്കും SDPIക്കെതിരെ പറയാൻ ധാർമ്മികതയില്ല. പല പഞ്ചായത്തുകളും SDPIയുടെ സഹായത്തോടെയാണ് LDF ഭരിക്കുന്നത്. 2 മുന്നണികൾക്കും മതഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിൽ LDFന് ഗുരുതര വോട്ട് ചോർച്ചയെന്ന് ബൂത്തുതല കണക്കുകൾ. 3 നിയോജക മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടി. വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വയനാട് ജില്ലയിലുണ്ടായത് വലിയ വോട്ട് ചോർച്ച. 3 നിയമസഭാ മണ്ഡലങ്ങളിലുമായി 171 ബൂത്തുകളിൽ NDAയ്ക്കും പിന്നിലാണ് LDF. മന്ത്രി OR കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ പോലും ലീഡ് പിടിക്കാൻ LDFന് ആയില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ മുന്നണിയിൽ അതൃപ്തി പുകയുമ്പോഴാണ് തിരിച്ചടിയുടെ ആഘാതം വ്യക്തമാക്കുന്ന കണക്കുകളും പുറത്തുവരുന്നത്. ജില്ലയിലെ 3 നഗരസഭകളിലും 23 പഞ്ചായത്തുകളിലും ഒന്നിൽ പോലും ലീഡ് നേടാൻ LDFന് ആയില്ല. എല്ലായിടത്തും UDF ആണ് ആധിപത്യം നേടിയത്. ബത്തേരി നഗരസഭയിലും പൂതാടി, പുൽപ്പള്ളി പഞ്ചായത്തിലും LDFനെ പിന്നിലാക്കി NDAയാണ് രണ്ടാമതെത്തിയത്. ബത്തേരിയിലെ 218 ബൂത്തുകളിൽ 97 ബൂത്തുകളിലും NDA രണ്ടാമതെത്തിയെന്നത് LDFനെ ഞെട്ടിക്കുന്നതാണ്. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മാനന്തവാടിയിലെ 39 ബൂത്തുകളിൽ LDF 3ാം സ്ഥാനത്താണ്. മന്ത്രിയുടെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ 241 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്തിരുന്നു. കൽപ്പറ്റ മണ്ഡലത്തിൽ 35 ബൂത്തുകളിലാണ് LDF 3ാമതായി പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയുള്ള മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം മുന്നണിക്ക് കനത്ത ആഘാതമായിട്ടുണ്ട്. രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചുവെന്നത് അടക്കമുള്ള വിഷയങ്ങളുണ്ടായിട്ടും UDFനെ പ്രതിരോധത്തിലാക്കാനായില്ലെന്ന രോഷം മുന്നണിയിലുണ്ട്. പ്രചാരണം തീർത്തും നിറം മങ്ങിയതും CPMലെ സ്വാധീനമുള്ള നേതാക്കൾ കാര്യമായ പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല എന്നതുമെല്ലാം പരാജയകാരണങ്ങളായെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കോടഞ്ചേരി റെസിഡന്റ്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി റെസിഡന്റ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. കോടഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. കോടഞ്ചേരി റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് ഐഗ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലയിൽ, പോൾസൺ അറക്കൽ, ഏബിൾ മാത്യു, ജോയി മോളത്ത് പ്രസംഗിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിലെ 17ാം വാർഡിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ അമ്പാട്പടി വരെയുള്ള സ്ഥലത്തെ താമസക്കാരെ ഉൾപ്പെടുത്തിയാണ് അസോസിയേഷൻ രൂപീകരിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട കുടുംബ സംഗമത്തിൽ അംഗങ്ങളുടെ കലാപരിപാടികളും ഗാനമേളയും ആകാശവിസ്മയവുമുണ്ടായിരുന്നു. ഭാരവാഹികൾ പ്രസിഡന്റ് ജോസ് പൈഗ, സെക്രട്ടറി പോൾസൺ അറക്കൽ, ട്രഷറർ ഏബിൾ മാത്യു. വളം സബ്സിഡി തുടരുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന്. വളം ക്ഷാമം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർത്ത യോഗത്തിൽ അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റോബർട്ട് അറക്കൽ മന്ത്രിയുടെ മുമ്പാകെ കോഴിക്കോട് ജില്ലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. ഫാക്ട് കമ്പനി മാർക്കറ്റിംഗ് മാനേജർ അനുപം മിശ്ര, ജനറൽ മാനേജർ ജിജേന്ദ്രകുമാർ, ഐഡാക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് സുബി ഭാസ്കർ, ജില്ലാ സെക്രട്ടറി അരുണലാൽ മുക്കം, കർഷകനും സിനിമാ സംവിധായകനും ആയ സത്യൻ അന്തിക്കാടും തുടങ്ങിയ 25 പേർ ചർച്ചയിൽ പങ്കെടുത്തു. കർഷകർക്കുള്ള വളം സബ്സിഡി തുടരുന്നതിനും കൃത്യസമയത്ത് വളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
വേനപ്പാറ പിറ്റത്താമ്പിൽ PC തോമസ്, വളവിൽ അപ്പച്ചൻ 93 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 2024 നവംബർ 25 തിങ്കൾ ഉച്ചകഴിഞ്ഞ് 3-ന് മകൻ അഡ്വക്കേറ്റ് ടെന്നിസിന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച് വേനപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ നടന്നു. ഭാര്യ തോട്ടത്തിൻകടവ് പാട്ടത്തിൽ മാർത്ത, റിട്ടയർ അധ്യാപിക, വേനപ്പാറ UP സ്കൂൾ. മക്കൾ സെബാസ്റ്റ്യൻ, റിട്ടയർ DEO, വിൽസൺ, റിട്ടയർ അധ്യാപകൻ, കോടഞ്ചേരി സെന്റ് ജോസഫ് HSS, ജോൺസൺ, റിട്ടയർ അധ്യാപകൻ, സെന്റ് തോമസ് HSS, തോട്ടമുക്കം, മിനി, അധ്യാപിക, CHMK MHSS, കാവനൂർ. മരുമക്കൾ റോസിലി, റിട്ടയർ പ്രധാനാധ്യാപിക, വേനപ്പാറ HSS, ഷൈല, റിട്ടയർ അധ്യാപിക, വേനപ്പാറ UPS, ഷേർലി, റിട്ടയർ അധ്യാപിക, വേനപ്പാറ HS, JC, അധ്യാപിക, AMUPS, തെരട്ടമ്മൽ, പരേതനായ ജയരാജ്, റിട്ടയർ പ്രിൻസിപ്പൽ, ഗവൺമെന്റ് ITI അരീക്കോട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.